നമുക്കിന്ന് ചക്കയപ്പം ഉണ്ടാക്കിയാലോ? കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുരുവെല്ലാം കളഞ്ഞ് അതിനെ പൊളിച്ച് നമുക്ക് വയ്ക്കാം. എല്ലാം എടുത്ത് പൊളിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആ ജാറിലോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് ഒരിക്കൽ തികയില്ല, 2 തവണയായിട്ട് അരച്ചെടുക്കേണ്ടി വരും. അരച്ച് നല്ല എടുത്തതിന് ശേഷം അതിൻ്റെ പൾപ്പ് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഏലക്ക എടുക്കാം. ജാറിലിട്ടൊന്ന് പൊടിക്കാം. അത് ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിക്കുകയാണെങ്കിൽ ഏലക്ക നല്ലതുപോലെ പൊടിഞ്ഞ് വരും. അതിനാണ് ഈ പഞ്ചസാര ഇടുന്നത്. നമുക്കിതാ നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഗോതമ്പ് മാവ് തട്ടി കൊടുക്കാം. ഗോതമ്പ് മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 പിടി ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അത്രയും ചക്കയ്ക്ക്. ഇതിലോട്ടിന് നമുക്ക് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ തിരുവിയെല്ലാം വെച്ചിട്ടുണ്ട് നല്ലതായിട്ട്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങയിട്ട് കുറച്ച് പൊടിച്ച ശർക്കരയും ഇടാം. ചക്ക നല്ല കർക്കണ്ട് പോലെ മധുരം ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കരയെ ചേർക്കണമുള്ളൂ. നമുക്ക് ആവശ്യത്തിന് മധുരം വരും. അതുകൂട്ട് നല്ലപോലെ നമുക്ക് മാവ് മിക്സ് ചെയ്തതിന് ശേഷം അത് കുറച്ച് വാഴയില എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. മാവെല്ലാം കുഴഞ്ഞ് വരെയാണ്. തേങ്ങയും മാവും ഏലക്കായും എല്ലാം കൂടെ നല്ലതുപോലെ കുഴച്ച് വെച്ച് ഇനി നമുക്ക് ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിലോട്ട് 2 തട്ട് വെച്ചിട്ട് ബാക്കി തട്ട് മാറ്റിയിട്ട് അത് റെഡിയാക്കി വയ്ക്കാം. ഇലയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോ ഉണ്ട മാവ് എടുത്ത് വെച്ച് അതിനെ മടക്കി വൃത്തിയായിട്ട് പൊട്ടാത്ത രീതിയിൽ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലോട്ട് ഒന്നൊന്നായിട്ട് വെച്ച് കൊടുക്കാം. ചക്കയപ്പം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് അടച്ച് അടുപ്പ് കത്തിച്ച് അടുപ്പിലോട്ട് വയ്ക്കാം. വെച്ചതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. ചക്കയപ്പം നല്ല വെന്ത് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം ചെറിയ ചൂടോടുകൂടി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റായിരിക്കും. ഞാൻ ശർക്കര കുറച്ചേ ഇട്ടിട്ടുള്ളൂ, അതാണ് അത്ര കളറില്ലാത്തത്. നല്ല മധുരമുള്ള ചക്കയാണ്. ചക്കയപ്പം റെഡി. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.